ഓക്കെ. നിങ്ങൾ വേങ്ങരയിൽ ആദ്യമായി ഈ ഡിസ്ക് പ്രശ്നങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയ റോബോട്ടിക് പരിഹാരങ്ങൾ കേട്ടോ. ഇവിടെ ഞാൻ വേങ്ങരയിലെ മിഷൻ റീഹാബിലാണ്. ഇവിടെ എന്താ പറയുക, ഫിസിയോതെറാപ്പി ഏറ്റവും നൂതനമായ മെഷീനറിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലിയാണ്, എനിക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്. പിന്നെ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട ഈ ബാക്ക് പെയിന്, അതേപോലെ തന്നെ സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ച ആളുകൾക്ക്, സ്ട്രോക്ക് വന്ന ആളുകൾക്കൊക്കെ ഈ റീഹാബിലിറ്റേഷൻ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട മെഷീനറൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക, നമ്മുടെ സ്റ്റുഡൻറ്റ് ഫവാസ്, ഇവിടെ ഫവാസ് സാറാണ്. ഓക്കെ, സന്തോഷം. ഇതെന്താ മോനെ? ഇതാണ് നമ്മൾ റബ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാൻഡ് സ്ട്രെയിനിങ് റിഹാബ് ആണിത്. ഇതിൽ നമുക്ക് 2 ടൈപ്പിലും ചെയ്യാം. പേഷ്യൻ്റ് ആദ്യം വരുന്ന സമയത്ത് നിൽക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇതിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് വെച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ കൊടുക്കും. അതേപോലെ നിന്നിട്ടും കൊടുക്കും. നിന്നിട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ ഇപ്പോൾ പേഷ്യൻറ്റ് എൻഗേജ് ചെയ്തിട്ട് അതേപോലെ ചലഞ്ചിങ് ആയിട്ട് ഇപ്പോൾ സാധാരണ നോർമൽ ബാൻഡ് സ്ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആകുമ്പോൾ അവർക്ക് ചലഞ്ചസ് ആവും. അതേപോലെ പേഷ്യൻറ്റിനും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇത് IIT ഹൈദരാബാദ് ചെയ്യുന്ന ഒരു ആമേബിൾ എന്ന് പറയുന്ന ഡിവൈസാണ്. ബിയേബിൾ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അപ്പോൾ ഇവർ കേരളത്തിൽ ഫസ്റ്റ് 2021 ഇത് മിഷൻ റീഹാബാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തിൽ ഫസ്റ്റ്. അതെ. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രോക്ക് പേഷ്യൻസിനാണ്. സ്ട്രോക്ക് പേഷ്യൻസിന് അവരുടെ ഹാൻഡ് ഫംഗ്ഷൻ എന്ന് പറയും, കൈയിൻ്റെ ഫംഗ്ഷൻ കിട്ടാൻ, മൂവ്മെൻറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുന്നത് നമ്മൾ പ്രവണത കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള പേഷ്യൻസിന് ഇതൊരു ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ആണ്. അപ്പോൾ ആ ഗെയിം വരുമ്പോൾ അവർക്ക് കൂടുതൽ അതിലോട്ട് ഇൻറ്ററാക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് അതിൽ ഡെവലപ്പ് ചെയ്യും. സോ അത് അൺനോയിങ്ലി തന്നെ അവരുടെ ഹാൻഡ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അത് കൂടുതൽ രീതിയിൽ ഇതിപ്പോൾ എല്ലാ റേഞ്ചിലും നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പല തരത്തിലും ഉണ്ടാവും. ഇവിടെ എന്തൊരു വളരെ ലേറ്റസ്റ്റ് ആയ സംവിധാനം അത് അല്ലേ? ഇതിന്റെ ഇടയിലേ ഇവിടുത്തെ ഒരു ഡയറക്ടറും ചീഫ് ഫിസിയോ എല്ലാം ആണ്. ഇവരെ പറ്റിയാണ് ഇപ്പോൾ പേഷ്യൻ്റ് ഒക്കെ പറഞ്ഞത്. സന്തോഷം, പറയൂ എന്തത്? ഇത് ഇവിടുത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനാണ്. ഷോക്ക് വേവ് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് പെയിനും നമ്മൾ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് കുറേ പേഷ്യൻസിനുള്ളതാണ് ഹീൽ പെയിൻ, ഉപ്പൂറ്റി വേദന. അതിന് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഷീനാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നൊരു മെഷീനാണ്. ഇത് അഡ്വാൻസ്ഡ് സ്പൈനൽ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഒരു തെറപ്പിയാണ്. ഓക്കെ. ഇത് നമുക്കിപ്പോൾ ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഡിസ്കിന് സർജറി പറഞ്ഞവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡിസ്കിന് സർജറി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡിസ്കിന് സർജറി പറയുന്നവർക്ക് അതിന് മുന്നേ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണിത്. അതായത് സർജറി ഇല്ലാതെ, അതെ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഡിസ്കിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. സോ അതിലേറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്പൈനൽ ഡീകംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ അതിന് മുന്നേ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത് ട്രൈ ചെയ്യാന്നുള്ളത്. ഡിസ്ക് ഡിസീസ് എന്ന് പറയുന്നത് അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസും വാട്ടർ കണ്ടന്റും ലഭിക്കാത്തപ്പോഴാണ് ഈ ഡിസ്കിനൊരു ഡിസീസ് വരുന്നത്. അപ്പോൾ ഈ സ്പൈനൽ ഡീകംപ്രഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡീകംപ്രസ് ചെയ്ത് അതിനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു വാക്യൂം ഇഫക്റ്റ് എന്ന് പറയും. ആ ഇഫക്റ്റിൽ ഡിസ്കിന് വേണ്ടുന്ന ന്യൂട്രിയൻസും വാട്ടറും എല്ലാം കിട്ടും, ഇൻഫ്ലോ ലഭിക്കും. അതിലൂടെ തന്നെ ഡിസ്ക് ഹീൽ ചെയ്യാൻ തുടങ്ങും. സോ അതിനോടൊപ്പം തന്നെ, അതായത് ഈ സ്പൈനൽ ഡീകംപ്രഷനോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് കോംപ്രിഹെൻസീവ് റീഹാബ് പ്രോട്ടോകോൾ ഉണ്ട്, നമ്മളുടെ മറ്റ് പെയിൻ മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സസൈസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ ഡിസ്ക് ബൾജിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആരുടെ MRI എടുത്താലും, ഈവൻ എൻ്റെ ഒരു MRI എടുത്താലും അതിന് ഡിസ്ക് ബൾജ് ഉണ്ടാവും. എല്ലാ ഡിസ്ക് ബൾജിനും സർജറിയിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല. മസ്റ്റായിട്ട് സർജറി വേണ്ടുന്ന സിംറ്റംസ് ഉള്ള കേസുകളുണ്ട്. ഇല്ല, അത്തരത്തിലുള്ള കേസുകളല്ല. നിങ്ങളുടെ പിന്നെ അപ്രോച്ച് ഉണ്ട്, എല്ലാവരോടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച്, അതിനൊരു ഷേക്ക് ഹാൻഡ് ഉഷാറായിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ? ഒരിക്കലും പേഷ്യൻ്റായി ഞങ്ങൾ കാണാറില്ല, നമ്മളിൽ ഒരാളായിട്ട് തന്നെ കാണാറുള്ളൂ. കാരണം അങ്ങനെ പേഷ്യനെ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളൊരു സുഹൃത്തുണ്ട് ഇവിടെ, എന്താ ഫുട്ബോൾ കളിച്ചാണല്ലേ? എന്താ പറ്റിയത്? ലിഗ്മെന്റ് പോയി, പൊട്ടി. പിന്നെ വാസർ പൊട്ടി. സർജറി ചെയ്ത് ഇവിടെ ഫിസിയോതെറാപ്പി എങ്ങനെയുണ്ട്? ഇവിടെ മിഷൻ എങ്ങനെയുണ്ട്? ഇത് ഉഷാറാണ്. എല്ലാം കൊണ്ട് മിഷനറിയൊക്കെ എല്ലാ മെഷീനറികളുണ്ട്. ചെയ്യുന്ന കാര്യമൊക്കെ ടോപ്പാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ട കേട്ടോ. വീട് എവിടെ? കോഴിക്കോട് മാങ്കാവ് ആണല്ലേ? എന്ത് പറ്റിയതായിരുന്നു?
ഓട്ടോ ഓടിക്കലായിരുന്നു ജോലി. ആ ഓട്ടോ ഓടിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തളർന്ന് വീണുപോയി. അങ്ങനെ അവിടെ കൂടിയ ആളൊക്കെ അതിൽ ആളിനെ നല്ല പരിചയമുള്ള ആളാണ്. എന്ത് പറ്റി രേഖാമട്ട ഒഴിച്ചിരുന്ന പൊക്കി അയാൾ കാറിൽ തന്നെ കയറ്റി അടുത്ത് മിംസ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി. അപ്പം അവിടെ ഡോക്ടർ വിനോദ് സാറായിരുന്നു. വിനോദ് സാർ കൈത്തിന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് സർജറി ചെയ്ത് 4 ദിവസം അവിടെ ഉണ്ടായി. പിന്നെ പറഞ്ഞു ഞങ്ങളത് കഴിഞ്ഞു, നിങ്ങൾ അടുത്തുള്ള തെറാപ്പി സെൻ്ററിൽ പോയിട്ട് തെറാപ്പി ചെയ്ത് സുഖമാക്കി കൊടുക്കുന്നു പറഞ്ഞു. ഇവിടെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്? എങ്ങനെ രണ്ടാള് അറിഞ്ഞു വന്നതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റം. വന്നപ്പോ എങ്ങനെ വന്നിരുന്നത്? വന്നപ്പം വളരെ ടയർഡായിട്ടാണ് വന്നത്. നടക്കാൻ പറ്റിയിരുന്നോ? നടക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഇപ്പൊ പിന്നെ ഇത് പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. പിടിച്ചെടുക്കാൻ തുടങ്ങി. തുടങ്ങിയില്ലേ? അന്ന് ഇരിക്കാനും കൂടി പറ്റിയില്ല. ഇരിക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? ഇവിടെ വന്നിട്ട് ഹാപ്പിയാണ്? എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 മാസം ആവുന്നേ ഉള്ളൂ. ഞാനിങ്ങോട്ട് ആംബുലൻസിൽ സ്ട്രക്ചറിലാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് വരുന്ന സമയത്ത് കഴുത്തിന് താഴെ എനിക്ക് ഒരു ചലനമില്ല, കയ്യോ കാലോ ഒന്നും ചലിക്കൂല. ഇപ്പോൾ 2 മാസത്തെ വരെ ഒരു ട്രീറ്റ്മെൻറ്റോടുകൂടെ ഇപ്പോൾ ഞാൻ ഈ രൂപത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊണ്ടും വളരെ ഉഷാറാണ്. എനിക്ക് GBS എന്നുള്ളൊരു അസുഖം വന്ന് തളർന്നതാണ്. ഗൾഫിൽ നിന്ന് സംഭവിച്ചാണ്. അവിടുന്ന് 2 മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന്. പേരെന്തായിരുന്നു? എൻ്റെ പേര് സാദിഖലി. സാദിഖലി വീടോടെ തെന്നല. പലയിടത്തും പല തെറാപ്പീസ് ഉണ്ട്, എല്ലാം എന്നല്ല, പക്ഷെ കൂടുതലും എന്താണ് നമ്മൾ തെറാപ്പിക്ക് ചെന്ന് കഴിഞ്ഞ് പേഷ്യൻ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒന്നവർ കാണിച്ചു തരും, പിന്നെ ചിലപ്പോൾ ബൈ സ്റ്റാൻഡർ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് പലയിടത്തും കാണുന്നത്. എനിക്കിപ്പോൾ ഇവിടെ നിലവിൽ 5.5 മണിക്കൂർ തെറാപ്പി കിട്ടുന്നുണ്ട്. ഈ 5.5 മണിക്കൂർ എൻ്റെ കൂടെ തെറാപ്പിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് എൻ്റേതായിട്ടല്ല, എല്ലാ പേഷ്യൻറ്റിനും അങ്ങനെ തന്നെ ഞാൻ സ്റ്റാഫ് ഭയങ്കര ആണ്. കാരണം ഒന്നാമത് 20+ തെറാപ്പിസ്റ്റ് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഫുൾ സമയം തെറാപ്പിസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒരു പേഷ്യൻറ്റിന് കിട്ടാനുള്ള ഏറ്റവും വലിയ, അത് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ടിനു ജോർജ്, ഡയറക്ടർ റീഹാബ്. അതെ, എന്തൊക്കെയാണ് എൻ്റെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ സംവിധാനം അവിടെ ഉള്ളതെന്നുള്ളത്? അതെ, മിഷൻ റീഹാബ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അതായത് ഫിസിയോതെറപ്പി, ഓക്യുപ്പേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി, സ്വാലോയിങ് തെറപ്പി, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, അതേപോലെ ഹാൻഡ് ഫങ്ഷൻ ട്രെയിനിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് മിഷൻ റീഹാബ്. 2021 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷം ആവുന്നു. 5 വർഷത്തിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 10,000-ലധികം പേഷ്യൻസിനെ ഞങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ഇവിടുന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി. ഈവൻ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നല്ല നമുക്കിവിടെ പേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു റെസിഡൻഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അതായത് അതെ, ഞങ്ങൾക്കിവിടെ താമസ സൗകര്യമുണ്ട്. അപ്പോൾ പല ഭാഗത്തുനിന്ന് അതുകൊണ്ട് പേഷ്യൻസ് ഇവിടെ താമസിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാറ്. സ്പെഷ്യലി ന്യൂറോ കേസുകൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചറി, ബ്രെയിൻ ഇഞ്ചറി, അല്ലെങ്കിൽ പാർക്കിൻസൺസ്, GBS, അങ്ങനെ എല്ലാ ന്യൂറോ കേസസും ഇനീഷ്യൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഇൻറ്റൻസീവ് റീഹാബിലിറ്റേഷൻ അത്യാവശ്യമാണ്. സോ അത്തരത്തിലുള്ള കേസുകൾക്ക് നമ്മൾ അഡ്മിഷൻ പ്ലാൻ ചെയ്ത് അവരിവിടെ താമസിച്ച് ഒരു 2 മാസം 3 മാസം താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് മസ്കുലോസ്കെലിറ്റൽ പെയിൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, ഹീൽ പെയിൻ, എല്ലാ ടൈപ്പ് ഓഫ് പെയിനും. അത് നമുക്ക് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസും ഉണ്ട്. പക്ഷേ നമ്മൾ എക്സസൈസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ എക്സസൈസ് പഠിപ്പിച്ചിട്ട് വീട്ടിൽ വിടുന്ന ഒരു രീതി ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഓരോ ഫിസിയോസും ഒരു പേഷ്യൻ്റെ അടുത്ത് നിന്ന് അവർക്ക് എക്സസൈസ് അവരെ കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ച് ഡേ ബൈ ഡേ എൻ്റെ പ്രോഗ്രഷൻ ചെയ്ത് എന്നാൽ മാത്രമേ ആ ഒരു അസുഖം അവർക്ക് തിരിച്ചു വരാണ്ടിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലേഡീസിൻ്റെ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വിമൻസ് വെൽനസ് ക്ലിനിക്കും കൂടെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് നേറ്റൽ എക്സസൈസാണ്. അതായത് ഈ ഡെലിവറിക്ക് മുന്നേ ശേഷവും ലേഡീസിന് കുറേ ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് വരുന്നുണ്ട്. പക്ഷേ അതങ്ങനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല.
പക്ഷെ അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഒക്കെ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാം, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ പ്രഗ്നൻസിക്ക് ശേഷവും ഡെലിവറിക്ക് ശേഷവും നമുക്ക് കുറേ എക്സസൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വുമൻസ് ഹെൽത്തിലൂടെ അങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, പ്ലസ് ഓർത്തോയും ഹാൻഡിൽ ചെയ്യുന്നു. ഇത് വേങ്ങര കോട്ടക്കൽ റോഡിലാണ് മിഷൻ റീഹാബ്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടുത്തെ സ്റ്റാഫ് അത്രയധികം ഡെഡിക്കേറ്റഡ് സ്റ്റാഫാണ്. പേഷ്യൻസിനോട് ഞാൻ ഒരുപാട് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും പിന്നെ അവർ വെറുതെ അങ്ങ് ചെയ്യാൻ വേണ്ടി വിടല്ല, അവരെന്നെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുന്നു. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടാണുള്ളത്. വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോളൂ. നമ്പറും ഡീറ്റെയിലൊക്കെ ഞാൻ കൊടുക്കട്ടോ. വീഡിയോ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്തോളൂ.